ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കരയിൽ സംഘടിപ്പിച്ച പഞ്ചദിന സായാഹ്ന പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനം കുറിച്ചു. ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവനൊരു ലഡു മേടിച്ചു കൊടുത്താൽ, അവനൊരു ജിലേബി മേടിച്ചു കൊടുത്താൽ അവൻ കാര്യം ചെയ്തു തരും. ഇങ്ങനെ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അടുത്തൊരു കൂട്ടുകാരനെ ഇല്ലെന്നൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ആ കൂട്ടുകാരൻ നമ്മളോടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ നമ്മളെ കുരുതി കൊടുക്കില്ല. അതേസമയം ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ അറിയുന്ന ഒരു ആമസോണോ ഗൂഗിളോ പോലുള്ള ഒരു വൻകിട കമ്പനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു ബന്ധവും ഉണ്ടാവില്ല. അവർ നിങ്ങളെ കുരുതിക്ക് കൊടുത്തിരിക്കും. നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, വെൻ യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രോഡക്റ്റ് യു ആർ ദ പ്രോഡക്റ്റ്. നിങ്ങളൊരു പ്രോഡക്റ്റിന് പൈസ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളാണ് പ്രോഡക്റ്റ്. നമ്മൾ വാട്സപ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങ് കണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മളാണ് പ്രോഡക്റ്റ്. നമ്മളുടെ വ്യക്തി ഡേറ്റ അവരെടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പുതിയ വിവരശേഖരങ്ങൾ ഉണ്ടാക്കുന്നതും ആ വിവരശേഖരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വിറ്റുകൊണ്ട് അവർ കാശുണ്ടാക്കുന്നതും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ ഒരു ടെക്നോളജിയും ഫ്രീ അല്ല. ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. ഒരു ലഞ്ചും ആരും ഒരാൾക്കും ഫ്രീ ലഞ്ച് തരില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതും ചുമ്മാതല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ബോധങ്ങളും ബോധ്യങ്ങളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ചിലപ്പോൾ കാശാവില്ല, പക്ഷെ എൻ്റെ ബോധങ്ങളും ബോധ്യങ്ങളുമാണ് എന്നെ ഇവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നതും നിങ്ങളിത് കേൾക്കുന്നതും നിങ്ങളുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുടെയും നിങ്ങളുടേതായിട്ടുള്ള ചില വ്യക്തി വീക്ഷണകോണുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പം വീണ്ടും തിരിച്ചു വരാം. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റിലേക്ക് തിരിച്ചു വരാം. അലൻ ട്യൂറിംഗ് ചോദിച്ചു, മെഷീനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അതിനെക്കുറിച്ച് വലിയൊരു ഒരു ചിന്തയുണ്ടായി. ആദ്യം അലൻ ട്യൂറിംഗ് മെഷീനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു, മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ശ്രമിച്ചു, അമ്പയെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അലൻ ട്യൂറിംഗ് എന്ത് ചെയ്തു? മെഷീൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, കിട്ടുന്ന ഫലം എന്താണോ, ആ ഫലവും അവൻ തന്ന ഇൻപുട്ട് എന്താണോ, അവൻ കൊടുത്തത് എന്താണോ, ഇത് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് അലൻ ട്യൂറിംഗ് ഒരു ടെസ്റ്റ് നടത്തി. അതിൻ്റെ പേരാണ് ട്യൂറിംഗ് ടെസ്റ്റ്. ഈ ട്യൂറിംഗ് ടെസ്റ്റ് വളരെ ലളിതമാണ്. ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർട്ടൻ ഇടും. ഈ കർട്ടൻ്റെ അപ്പുറത്ത് നമുക്ക് കാണില്ല, ഇപ്പുറത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മളിരിക്കും. നമ്മൾ അങ്ങോട്ടൊരു കാര്യം പറയും, ആ പറയുന്ന മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തിരിക്കുന്ന ആള് മെഷീനാണോ മനുഷ്യൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച പഞ്ചദിന സായാഹ്ന പ്രഭാഷണ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധി തുറക്കുന്ന ലോകം എന്ന വിഷയത്തിൽ സെന്റ് തോമസ് കോളേജിലെ കമ്പ്യൂട്ടർ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിജു എ മാത്യു വിഷയാവതരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് ചേലക്കര യൂണിറ്റ് സെക്രട്ടറി മേരി ജയന്തി സ്വാഗതവും KM ലീല നന്ദിയും പറഞ്ഞു. CCV ന്യൂസ് ചേലക്കര.